തൃശൂർ അന്തിക്കാട്ടുകുളത്തിൽ ഓക്സിജൻ ലഭിക്കാതെ മീനുകൾ ചത്തുപൊങ്ങി. വലുതും ചെറുതുമായ അനേകം മീനുകളാണ് കുളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചത്തുപൊങ്ങിയത്. ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഏകദേശം 4.5 ഏക്കർ വിസ്തൃതിയുള്ള അന്തിക്കാട്ടുകുളം നൂറുകണക്കിന് ആളുകൾ നിത്യവും ആശ്രയിക്കുന്ന ജലാശയമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി കുളത്തിലെ വെള്ളത്തിന് കടുത്ത ദുർഗന്ധവും നിറവ്യത്യാസവും ഉണ്ടായിരുന്നു. മുകളിൽ കട്ടിയുള്ള പാടയും രൂപപ്പെട്ടിരുന്നു. കൊച്ചിൻ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള കുളമായതുകൊണ്ട് മാലിന്യ പ്രശ്ന പരിഹാരത്തിനായി ദേവസ്വത്തിനും കത്ത് നൽകി ജലപരിശോധന നടത്തുന്നതിനിടെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തത്. ജലമലിനീകരണം പൊതുജനാരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. 2 ദിവസമായിട്ടാണ് ഈ കുളത്തിലെ മീനുകൾ ഇങ്ങനെ ചത്തുപോന്നാനും ഇതായുള്ളത്. 10 കിലോ 5 കിലോ ഉള്ള മീനുകൾ ചത്തുപോകുന്നത്. ഇവിടെ കുടിവെള്ളവും ഈ കുളത്തിൽ നിന്ന് വരുന്ന ഇതാവണത്. അതുകൊണ്ട് ഈ കുളമൊന്നും ശുദ്ധീകരിക്കാനായിട്ടല്ല, രാഷ്ട്രീയക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ജലം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് കാണിച്ച് നാട്ടുകാർ നേരത്തെ തന്നെ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ക്ലോറിനേഷൻ സമയബന്ധിതമായി നടത്തണമെന്നും pH മൂല്യം ഉറപ്പുവരുത്തി ഭാവിയിലേക്കുള്ള കരുതലാക്കി മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അതിഭീകരമാണ് നമ്മുടെ ഇതിൻ്റെ അവസ്ഥ. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പോൾ ഇതിലെ വെള്ളം ഉപയോഗിച്ചുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ആരായാലും അവർ ഇതിലിടപെട്ട് പരിഹാരം ഉണ്ടാകണം. അന്തിക്കാടിൻ്റെ അഭിമാനമായ നമ്മുടെ അന്തിക്കാട്ടുകുളം ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. മാസങ്ങളായി ഇതിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണെങ്കിൽ ഇതിലെ മത്സ്യങ്ങൾ മുഴുവൻ ചത്തുപൊന്തി ദുർഗന്ധമായിട്ട് ഈ പ്രദേശത്ത് ഒരാൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയണില്ല, കുളിക്കാൻ കഴിയണില്ല. ഇതിൻ്റെ ശോചനീയാവസ്ഥ ഉടനെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് ഒരു നാട്ടുകാരെ നിലയ്ക്ക് നമുക്കിതിൽ പറയാനുള്ളത്. സമീപ പ്രദേശത്തുള്ള കെട്ടിടങ്ങളിൽ നിന്നും ടെറസിൽ വീഴുന്ന വെള്ളം പൈപ്പ് വഴി കുളത്തിലേക്ക് ഒഴുക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴവിളവെടുപ്പ്, മഴവെള്ള സംഭരണം എന്ന പ്രക്രിയയിലൂടെ ഭൂഗർഭജലത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുവഴി വെള്ളത്തിലെ മാലിന്യങ്ങളുടെയും രാസവസ്തുക്കളുടെയും സാന്നിധ്യമില്ലാതാക്കി കുളത്തിലെ വെള്ളം ശുദ്ധമാക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മായം കലരാത്ത സ്നേഹം, മനം നിറഞ്ഞ ആരോഗ്യം. പ്രായത്തെ ജയിക്കാൻ പ്രകൃതിയുടെ കൂട്ടുമായി ഡോക്ടർ ഫുഡിന്റെ ഡയറ്റ്ലെസ് ഡയബറ്റിക് ഫ്രണ്ട്ലി ഓട്സ്. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.